അങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാൻ ആദ്യം പറയേണ്ടത്. അപ്പോ എല്ലാവരും ഇരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് വിശ്വസിക്കുന്നത്. അത് സംഘാടകരും ഇവിടെ ഇരിക്കുന്നവരും എല്ലാവരും അങ്ങനെ ആയിരിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എത്താൻ സാധിച്ചു. ചോദ്യം ചോദിക്കാനല്ല, മറിച്ച് ചില സംശയങ്ങൾ. ആദ്യമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാല്, ഇപ്പോ സ്വന്തമായിട്ട് ഖുർആൻ പഠിക്കണം, പഠിച്ച് അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം. ഖുർആൻ പഠിച്ച് അതിന്റെ അർത്ഥം വ്യാഖ്യാനം സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുന്നതാണോ, ഖുർആനും ഹദീസും പഠിച്ച് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുന്നതാണോ, അതല്ല സഹാബാക്കളും മഹാന്മാരായ ഉലമാക്കളും സഹാബാക്കളെ കണ്ട മഹാന്മാരായ ഉലമാക്കൾ അവര് കിതാബുകൾ പഠിച്ച് സഹാബാക്കളിൽ നിന്ന് നേരിട്ട് ഹദീസ് മനസ്സിലാക്കി അത് വിശകലനം ചെയ്ത് അള്ളാഹുവിന്റെ ദീൻ എങ്ങനെയാണ് അനുസരിച്ച് ജീവിക്കേണ്ടത്, അള്ളാഹുവിന്റെ കൽപ്പനയെ എങ്ങനെയാണ് അനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കലാണോ ഉത്തമം? ഇതാണ് ആദ്യത്തെ ചോദ്യം. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരൻ, അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മൾ അംഗീകരിക്കുന്നു. ജീവിതത്തിലുടനീളം ആ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് വ്യാഖ്യാനിക്കുന്നിടത്ത് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ആയത്ത് മറിച്ച് മുമ്പിൽ വെച്ച് അറബി ഭാഷ നിയമങ്ങൾ മാത്രം നോക്കി വലിയ അപകടങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ലോകത്ത് വന്ന വ്യതിയാന കക്ഷികളെല്ലാം അങ്ങനെയാണ് തെറ്റിപ്പോയത്. സൂഫികളായ ആളുകൾ ഒരു പ്രത്യേക മർത്തബയിലേക്ക് എത്തിയാൽ പിന്നെ നമസ്കാരം നോമ്പൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ ആയത്താണ് പലരും തെളിവാക്കിയത്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എത്തുന്നത് വരെ നീ റബ്ബിനെ ഇബാദത്ത് എടുക്കുക. ഉറപ്പായി കഴിഞ്ഞാൽ, അല്ലാഹു ഉണ്ട് ഉറപ്പായാൽ പിന്നെ ഇബാദത്ത് ആവശ്യമില്ല എന്ന് അവർ വ്യാഖ്യാനിച്ചു. എന്നാൽ ആ യഖീനിന് റസൂലും സഹാബത്തും താബിഈകളും ശേഷം അതിനെ പിൻപറ്റി വന്ന മുഫസ്സിറുകളും ഇമാം ഇബ്നു ജരീർ തബരിയെ പോലുള്ള, ഇബ്നു കസീറിനെ പോലുള്ള, ഖുതുബിയെ പോലുള്ള മുഫസ്സിറുകളൊക്കെ നൽകിയ വ്യാഖ്യാനങ്ങൾ പരിഗണിച്ചിരുന്നുവെങ്കിൽ ആ അപകടം ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. അതേപോലെ ഖുർആനിലെ ചില ആയത്തുകൾ ഉദ്ധരിച്ചിട്ടാണ് നമസ്കാരം 3 വഖത്ത് മതി എന്ന് നമ്മുടെ നാട്ടിൽ ചേകനൂർ മൗലവി എന്ന് പറയുന്ന ഒരാള് രംഗത്ത് വന്നത്. അതും ഈ സമീപനത്തിന്റെ അപകടം തന്നെയായിരുന്നു. അതുകൊണ്ട് ആയത്താകട്ടെ ഹദീസാകട്ടെ മുൻഗാമികളായ ആളുകൾ, വിശിഷ്യ സ്വഹാബത്ത്, അതിൽ തന്നെയുള്ള മുഫസ്സിറുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഖലീഫമാര്, ഇവരൊക്കെ ഖുർആൻ മുഫസ്സിറുകളിൽ ഏറെ ഉന്നിൽ നിൽക്കുന്നവരാണ്. അവരിൽ നിന്ന് തഫ്സീർ പഠിച്ച ശിഷ്യന്മാരായി വന്ന താബിഈകൾ, ഇമാം ഖതാദയും മുജാഹിദും അടക്കമുള്ള താബിഈ മുഫസ്സിറുകൾ, പിന്നീട് അത് തേടിപ്പിടിച്ച് ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങളാക്കിയ ഇമാം തബരി, ഇബ്നു കസീർ തുടങ്ങിയ വ്യാഖ്യാതാക്കൾ, അവരൊക്കെ സ്വീകരിച്ച റൂട്ടുണ്ട്. ആ റൂട്ടിലാണ് ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ടത്. സ്വാഭാവികമായും അപ്പോൾ ഉണ്ടാകാവുന്ന സംശയം,
എങ്കിൽ പിന്നെ ഇമാമികൾ പറഞ്ഞ വാക്ക് അപ്പടി സ്വീകരിച്ച് അവരെ അന്ധമായി അനുകരിച്ച് തക്ലീദ് ചെയ്ത് ജീവിക്കുകയല്ലേ നല്ലത് എന്ന് സ്വാഭാവികമായും സമൂഹത്തിൽ ഈ ബേസിൽ പലരും പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ മറ്റൊരു തലമാണ്. ഏതെങ്കിലും ഇമാമിന്റെ വാക്ക് അന്ധമായി അനുകരിക്കാനല്ല പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. മറിച്ച് ആയത്തെയും ഹദീസുകളെയും ഏതൊരു ഇമാമും അത് വ്യാഖ്യാനിക്കേണ്ട റൂട്ടിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കി ആയത്തും ഹദീസും ഗ്രഹിക്കുകയും ആ പ്രമാണങ്ങളിൽ എന്താണോ അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടത് അത് ഉൾക്കൊള്ളുകയും ചെയ്യലാണ് നമ്മുടെ ബാധ്യത എന്നാണ് ചുരുങ്ങിയ വാക്കുകൾ സൂചിപ്പിക്കാറുണ്ട്. അടിയനോട് ഒരു കാര്യം ഓർത്താനുള്ളത്, നമ്മുടെ വിഷയം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നതാണ്. ആ ചോദ്യം അതിനുണ്ടാവും. ഏതായാലും പരമാവധി ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാവാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം പറയുന്നത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരിക്കലും ഒരു മുസ്ലിം അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളെ വിളിച്ച് തേടാൻ പറ്റില്ല. ഒരു മുസ്ലിം പറയുന്നത് തന്നെ എങ്ങനെയാണ്? ആരാധനയ്ക്ക് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധിക്കാനും എന്ത് ചോദിക്കാനും അള്ളാഹു മാത്രമാണ്. അത് ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന് മാത്രമേ മറ്റ് സൃഷ്ടികളോട് വിളിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം തന്നെയാണ്. എനിക്കുള്ള സംശയം ചോദിക്കാൻ വേറെ മജ്‌ലിസില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംശയം ചോദിച്ചത്. ഞാൻ ചോദിച്ച സംശയം ബഹുമാനമുള്ളവരെ മനസ്സിലായി കാണും. തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആ ഉലമാക്കൾ പറഞ്ഞതാണോ നമ്മൾ അനുസരിക്കേണ്ടത്? അതല്ല നമ്മുടെ ഖുർആനും ഹദീസും നോക്കിയിട്ട് അതനുസരിച്ച് പറയലാണോ നല്ലത്? ഏതാണ് ചോദിച്ചത്. എന്റെ മറുപടി പറഞ്ഞ് എന്താ മനസ്സിലായത്? അപ്പോൾ സ്വീകരിച്ചല്ലോ. അതിൽ നിന്ന് എന്താണ് ഇത് മനസ്സിലായത്? സ്വന്തം പറയണമെന്നാണോ അവരൊക്കെ പറഞ്ഞത് സ്വീകരിക്കണമെന്നാണോ മനസ്സിലായത്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം, അതുകൊണ്ട് അഹ്മദ് ഹംബല്, ഹനഫി ഇമാം, ബഹുമാനപ്പെട്ട മാലിക് ഇമാം, ഇവരെല്ലാം തഖ്വയുടെ, നമുക്കറിയാം അവരുടെ സംഭവം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെയധികം സല്ലാഹമുള്ള തഖ്വയുള്ള ഒരാളാണ്. അത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചല്ലോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടിയിൽ നിന്ന് വിജ്ഞാനിയായ മഹാന്മാരുടെ വ്യാഖ്യാനങ്ങളെ പരിഗണിക്കണം എന്നാണോ പരിഗണിക്കേണ്ടതില്ല എന്നാണോ താങ്കൾക്ക് മനസ്സിലാകും? മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങളെ പരിഗണിക്കണം. ഇപ്പോ നമുക്ക് ഒരു നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള അമലുകൾ അതെങ്ങനെ ചെയ്യണമെന്ന് മഹാന്മാരെ ഷാഫി ഇമാമിനെ പോലുള്ള മഹാന്മാര് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചല്ലേ അമൽ ചെയ്യേണ്ടത്. ഇനി അതല്ല നമ്മൾ തഫ്സീർ നോക്കി തഫ്സീറിന്റെ അതിന്റെ വ്യാഖ്യാനം നോക്കി നമ്മളാണോ അത് കണ്ടെത്തി പിന്നെ പുതിയ സംഭവം കൊണ്ടുവരേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഈ രണ്ടാമത്തെ ചോദ്യം മുമ്പിൽ കണ്ടുകഴിഞ്ഞൊക്കെ പറഞ്ഞത് എങ്കിലും ഒരു ഇമാമിന്റെ വാക്ക് അന്ധമായി അനുഭവിക്കല്ലേ നല്ലത് എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകും എന്ന് പറയാൻ കാരണം താങ്കൾക്ക് ആ സംശയമാണ് ചോദിക്കാനുള്ളത് എന്ന് താങ്കളുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ മനസ്സിലാക്കിയതാണ്. താങ്കളുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ മനസ്സിലായി. താങ്കളുടെ മുഖ്യ ചോദ്യം രണ്ടാമത്തേതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. ഇത് തീർച്ചയായും ഇമാം ഷാഫിയാവട്ടെ, അബൂ ഹനീഫ ഇമാമാവട്ടെ, ഇമാം മാലിക്കാവട്ടെ, ഇമാം അഹ്മദ് ഹംബലാവട്ടെ റഹിമഹുല്ലാഹ് അല്ലാത്തവരാകട്ടെ, അവരൊക്കെ ആയത്തുകളെയും ഹദീസുകളെയും ഏത് ഒരു അർത്ഥത്തിലാണോ നമ്മെ പഠിപ്പിച്ചത് ആ തരത്തിൽ മാത്രമേ നമ്മൾ ആ പ്രമാണങ്ങളെ സമീപിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഇന്ന് പാടേ ഇല്ല. ഈ 4 ഇമാംമാർ മാത്രമല്ല, 400, 400, 4000, 40,000 അല്ല, അതിനപ്പുറത്ത് ഇമാമിയങ്ങളെ കൊണ്ട് സമ്പന്നരാണ് മുസ്ലിം ലോകം. ഒന്നാമത്തെ ഇമാമ് റസൂൽ കഴിച്ചാൽ അവൻ ഇങ്ങോട്ട് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ഒന്നാമത്തെ ഇമാമ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ശേഷം മറ്റു സഹാബിമാർ. ഖുർആൻ വ്യാഖ്യാന രംഗത്താണെങ്കിൽ റഈസുൽ മുഫസ്സിരീൻ, ബഹ്റുൽ ഉമ്മ, ഹിബ്റുൽ ഉമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആ ഇബ്നു അബ്ബാസിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ മുഴുവൻ ആയത്തുകളെയും
ഓടി അതിന്റെ ആശയം ചോദിച്ച് മനസ്സിലാക്കി 3 പ്രാവശ്യം ഖുർആൻ കംപ്ലീറ്റ് പഠിച്ച താബിഈ പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ. അവരിൽ നിന്ന് പിന്നീട് അത് കൈമാറി സ്വീകരിച്ച ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ. അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം മാലിക്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ ശിഷ്യനാണ് ഇമാം അഹ്മദ് ഹംബൽ. ഇമാം അഹ്മദിന്റെ ശിഷ്യനുമാണ് ഇമാം ഷാഫിഈ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താദുമാർ ശിഷ്യന്മാരുമാണ്. അവരൊക്കെ എങ്ങനെ പ്രമാണങ്ങൾ നാം സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇമാം ഷാഫി വല്ലതും പറഞ്ഞാൽ അത് മാത്രമേ സ്വീകരിക്കാവൂ എന്നല്ല. ഉദാഹരണം പറയാം. ഈ ഭാഗങ്ങളിൽ ഷാഫി മദ്ഹബുണ്ട്, ഹനഫി മദ്ഹബുണ്ട്. അബൂ ഹനീഫ ഇമാമിനെ അംഗീകരിച്ച് ഹനഫി മദ്ഹബ് സ്വീകരിച്ച ആളുകൾ സുബ്ഹിയിൽ ഖുനൂത്ത് ഓതാറില്ല. ഇമാം ഷാഫി അംഗീകരിച്ച് ഷാഫി മദ്ഹബിൽ കൂടി ആളുകൾ സുബ്ഹിയിൽ ഖുനൂത്ത് ഓതാറുണ്ട്. എന്നാൽ ഖുനൂത്ത് ഓതേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഹനഫികൾ ഇമാം ഷാഫിക്ക് തഖ്വ ഇല്ല എന്ന് പറയണോ? ഒരിക്കലും പറയാൻ പാടില്ല. ഷാഫി ഇമാമിനെ അംഗീകരിച്ച് ഖുനൂത്ത് ഓതുന്ന ഷാഫി മദ്ഹബുകാർ ഓതേണ്ടതില്ല എന്ന് പറഞ്ഞ അബൂ ഹനീഫ ഇമാമിന് തഖ്വ ഇല്ല എന്ന് പറയണോ? അതും പാടില്ല. അബൂ ഹനീഫ ഇമാമിന് ഖുർആനും ഹദീസും മനസ്സിലായില്ല, അവർക്ക് അറിയില്ല എന്ന് പറയണോ? അതും പാടില്ല. ഈ 2 ഇമാമിങ്ങളിൽ നിന്ന് 2 രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നു. നമ്മൾ എന്ത് ചെയ്യും? അതിന് അവർ തന്നെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ മിൻ അഹദിൻ, ഏതൊരാളും തന്നെ ഇല്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തള്ളേണ്ടതും കൊല്ലേണ്ടതും ഉണ്ടായിട്ടല്ലാതെ ഇല്ല സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്നവർ ഒഴികെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. എന്റെ തെളിവെന്താണ് എന്ന് അറിയാത്ത ഒരാൾ എന്റെ വാക്കെടുത്ത് ഫത്വ നൽകുന്ന ഹറാമാകുന്നു. അപ്പോൾ അവരൊക്കെ പഠിപ്പിച്ച നയം അതാണ്. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞ ഒരു മസ്അലയിൽ ഈ ലോകത്തിലുള്ള ഒരാളും അത് അപ്പുറത്തേക്ക് പറഞ്ഞുകൂടാ എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല, ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിയുടെ വീക്ഷണപ്രകാരം സുബ്ഹിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയാൻ ഞാൻ വെറുക്കുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞു. വഅക്റഹു എന്നാണ് കിതാബുൽ ഉമ്മിന്റെ പ്രയോഗം. 1-ാം പാഠത്തിൽ ഞാനിത് വെറുക്കുന്നു എന്ന് ഇമാം ഷാഫി പറയുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ ഷാഫി പള്ളിയിലും സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയുന്നു. സലഫി പള്ളിയിലും അത് പറയുന്നു. സലഫി പള്ളി എന്തുകൊണ്ട് പറയുന്നു? ഇമാം ഷാഫിക്ക് വീഴമില്ല എന്ന അഭിപ്രായം സലഫിക്ക് ഉണ്ടായതുകൊണ്ടാണോ? അല്ല. വ്യക്തമായ ഹദീസിൽ നേരെ വന്നു സുബ്ഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് വേണം. പിന്നെ എന്തുകൊണ്ട് ഇമാം ഷാഫി അത് വേണ്ടെന്ന് പറഞ്ഞു? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ബാങ്കിന്റെ വചനങ്ങൾ നമുക്ക് ഉദ്ധരിച്ചു തന്ന സ്വഹാബി, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എവിടെയും അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയൽ ഉദ്ധരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് പറയൽ എനിക്ക് ഇഷ്ടമില്ല. എന്നാൽ പിന്നെ എങ്ങനെ ഷാഫി പള്ളി അതുണ്ടായി? ഷാഫി നഗറിലെ പ്രഗത്ഭനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ശറഹ് മുഹദ്ദബിൽ പറഞ്ഞു, ഈ വിഷയത്തിൽ ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല. നബിയിൽ നിന്ന് ബാങ്കിന്റെ വചനങ്ങൾ ഉദ്ധരിച്ച അതേ സ്വഹാബി തന്നെ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് പറയാൻ പഠിപ്പിച്ച ഹദീസുണ്ട്. ഒരു പക്ഷേ ആ ഹദീസ് ഇമാം ഷാഫിയുടെ ശ്രദ്ധയിൽ
വരാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഇമാം നവവി തിരുത്തി പറഞ്ഞു. അവിടെ ഏതാ ഷാഫി മദ്ഹബ്? നവവി ഇമാമിന്റെ ഈ വീക്ഷണം. എന്തുകൊണ്ട്? ഇദാ സഹൽ ഹദീസു ഫഹു മദ്ഹബി, ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. അത് ഇമാം ഷാഫി പ്രാവർത്തികമാക്കി, ഇമാം നവവി പ്രാവർത്തികമാക്കി. ഇനി പെരുന്നാൾ നമസ്കാരം, പെരുന്നാൾ വരാൻ പോകുന്നത്. പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിലാണ്, മൈതാനത്താണ് നമസ്കരിക്കേണ്ടത്. ആ മൈതാനത്തേക്ക് സ്ത്രീകളെ കൊണ്ടുപോകണം എന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാ ആ ഹദീസ് കണ്ടു. അദ്ദേഹം അതേക്കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ പഠനത്തിൽ ആ ഹദീസ് സ്വീകാര്യമെന്നോ അസ്വീകാര്യമെന്നോ തറപ്പിച്ചു പറയാൻ അദ്ദേഹത്തിനായില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വഖദ് റുവിയ ഹദീസ് ഫീഹി അന്ന നിസാഅ യുത്റകന ഇലൽ ഈദൈൻ ലഇൻ കാന സാബിതൻ ലഖുൽതു ബിഹി. ഇമാം ബൈഹഖി ഇമാം ഷാഫിയിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പറഞ്ഞു വയ്ക്കണമെന്ന ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്ഥിരപ്പെട്ട ഹദീസ് ആണെങ്കിൽ ഞാനിത് പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞു. ഇമാം ഷാഫിയുടെ ശേഷം വന്ന പണ്ഡിതന്മാർ ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഏത് പണ്ഡിതന്മാർ? ഇവിടുത്തെ കേന്ദ്രമിന്റെ പണ്ഡിതന്മാരല്ല ഉദ്ദേശിച്ചത്. ഇമാം ഷാഫിയുടെ തൊട്ടുടനെ വന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാ. ഇമാം ഷാഫി വഫാത്താകുമ്പോൾ ഇമാം ബുഖാരിക്ക് 10 വയസ്സ് പ്രായമാണ്. 204 ഇമാം ഷാഫി വഫാത്തായി. 194 ഇമാം ബുഖാരി ജനിച്ചു. ആ ഇമാം ബുഖാരി ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു, ഇത് സ്വഹീഹാണ്. ഇമാം മുസ്ലിം ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു, ഇത് സ്വഹീഹാണ്. ഇമാം ഷാഫി ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു, സ്വഹീഹാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഇത് നമ്മൾ എന്തു ചെയ്യണം? സ്വഹീഹാണെങ്കിൽ പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫി, സ്വഹീഹാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും. എന്നാലും ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പറയാതിരിക്കണോ? സ്വഹീഹാണെങ്കിൽ പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞല്ലോ, അതുകൊണ്ട് സ്വഹീഹായ സ്ഥിതിക്ക് പറയാം എന്ന് പറയണോ? അത് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ 3-ാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെച്ചു. 18 വാല്യമുള്ളതിൽ 3-ാമത്തെ വാല്യം, പഴയ പതിപ്പിൽ 2-ാമത്തെ വാല്യം. ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തി വെച്ചു, ഇമാം ഷാഫി പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഫയുഖാലു അലൈഹി, അതിനെതിരെ പറയപ്പെടാം. സൂത്രമാണെങ്കിൽ നോട്ട് ചെയ്യാം, പൂർത്തിവെക്കണം. അതിനെതിരെ പറയപ്പെടാം. എന്തു പറയപ്പെടാം? സബത, അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി പറഞ്ഞത് ഇങ്ങാണ് സാബിത്തൻ ലഖുൽതു ബിഹി, സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് പ്രകാരം ഞാൻ പറയുമായിരുന്നു. എന്നാൽ സബത സ്ഥിരപ്പെട്ടിരിക്കുന്നു. വറവാഹു ശൈഖാനി, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. യഅനി ഹദീസ് ഉമ്മി അത്തിയ ഹാദാ ഫലസിമ ശാഫിഇയ്യ അൽ ഖൗല ബിഹി. അതിനാൽ സ്ഥിരപ്പെട്ടതാണെങ്കിൽ പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞല്ലോ, സ്ഥിരപ്പെടുകയും ചെയ്തു. അതിനാൽ ഫലസിമ ശാഫിഇയ്യ അൽ ഖൗല ബിഹി, ഷാഫികൾ ഈ ഹദീസ് പ്രകാരം പറയൽ ലാസിമാണ്, നിർബന്ധമാണ്. അഥവാ ശരിയായ ഷാഫി മദ്ഹബുകാരാണോ ഈ ഹദീസ് പ്രകാരം സ്ത്രീകളെ കൂടി പെരുന്നാൾ മൈതാനത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയൽ നിർബന്ധമാണ് എന്ന് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ. അദ്ദേഹം ഷാഫി മദ്ഹബുകാരൻ കൂടിയാണ്. അപ്പോൾ ആ ഇമാമികൾ മഹാപണ്ഡിതന്മാരും വലിയ ഭക്തന്മാരും ജീവിതത്തിൽ കറാഹത്തുകൾ പോലും വരുന്നതിന് അതിഗൗരവമായി കണ്ടവരും തന്നെയാണ് അവരൊക്കെ. എന്നാൽ ചില ഹദീസുകളുടെ സ്വീകാര്യതയും അസ്വീകാര്യതയും തങ്ങളുടെ പഠനത്തിൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ, അല്ലെങ്കിൽ വൈകി പിന്നീടുള്ള യാത്രകളിൽ മനസ്സിലായതിനാൽ, അതല്ലെങ്കിൽ ചില ഹദീസുകൾ അവർക്ക് ലഭ്യമല്ലാത്തതിനാലൊക്കെ ഒരു പക്ഷേ അവർ നിയമം പറഞ്ഞു വെച്ചു. ശേഷം വന്നവർ തിരിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാമിന് ശിഷ്യനായ ഇമാം മാലിക്കിന് ഉസ്താദിൽ നിന്ന് വേറിട്ട അഭിപ്രായം ഉണ്ടായത്. ആ മാലിക് ഇമാമിന് ശിഷ്യനായ ഇമാം ഷാഫിക്ക് ആ 2 ഉസ്താദുമാരിൽ നിന്ന് വേറിട്ട 3-ാമത്തെ അഭിപ്രായമുണ്ടായി. ഇമാം ഷാഫിയുടെ ഉസ്താദും ശിഷ്യനും കൂടിയായ ഇമാം അഹ്മദിന്
അദ്ദേഹത്തിൽ നിന്ന് പോയിട്ട നാലാമത്തെ അഭിപ്രായമുണ്ടായി. സുഫിയാൻ സൗരിക്കും സുഫിയാൻ ഉയൈനക്കും ഇമാം ലൈസിനും ഇമാം ഔസാഇക്കുമെല്ലാം ഇവർ നാലാർക്കുമില്ലാത്ത മറ്റഭിപ്രായങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട്? ഇമാം മാലിക് വിചാരിച്ചില്ല, എന്റെ ഉസ്താദല്ലേ അബൂ ഹനീഫ ഇമാമ്, എനിക്ക് അത് മതി, ഞാൻ അവിടെ കൂടെയാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ മാലിക് മദ്ഹബ് ഉണ്ടാകുമോ? ഇമാം ഷാഫി വിചാരിക്കുക, എന്റെ ഉസ്താദാണ് ഇമാം അഹ്മദും ഇമാം മാലിക്കും, ആ ഉസ്താദ് ഇമാം അബൂ ഹനീഫ, അതുകൊണ്ട് അവര് മൂന്നാലും പറഞ്ഞത് ഞാൻ പറയുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് പറയുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഷാഫി മദ്ഹബ് ഉണ്ടാകുമോ? ഇമാം അഹ്മദ് ഉദ്ദേശിക്കാണ് എന്റെ ഉസ്താദും ശിഷ്യനുമാണ് ഇമാം ഷാഫി, ആ ഉസ്താദിന്റെ ഉസ്താദ ഇമാം മാലിക്, അദ്ദേഹത്തിന്റെ ഉസ്താദ ഇമാം അബൂ ഹനീഫ, അതുകൊണ്ട് ആ മൂന്ന് ഉസ്താദുമാർക്ക് അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഹംബലി മദ്ഹബ് ഉണ്ടാകുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും സ്വീകരിക്കേണ്ടത് സ്വഹാബത്തും താബിഈകളും തബഉ താബിഈകളും ശേഷമുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുമൊക്കെ ആയത്തെയും ഹദീസുകളും എങ്ങനെയാണോ നോക്കിക്കണ്ടത്, എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത്, അത് അവർ മുന്നോട്ട് വെച്ച മാനദണ്ഡം എന്താണോ ആ മാനദണ്ഡപ്രകാരം അല്ലാത്തൊരു വ്യാഖ്യാനം സ്വീകാര്യമല്ല, അതൊരിക്കലും പാടില്ല, അത് മഹാ അപകടമാണ്. എന്നാൽ ആ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു നമ്മൾ നാട്ടിൽ മനസ്സിലാക്കണ്ട. ഇപ്പൊ സഹോദരൻ പറഞ്ഞല്ലോ, ഒരൊറ്റ മുസ്ലിമും അല്ലാഹു അല്ലാത്തവരോട് തേടൂല, അല്ലാഹ് മാത്രമേ തേടുള്ളൂ എന്ന് സഹോദരൻ പറഞ്ഞല്ലോ. സഹോദരന്റെ ചെറിയ ബുദ്ധിയിൽ താങ്കൾ ചിന്തിക്കുന്നത് അങ്ങനെ ഉണ്ടാകൂ എന്നാണ്. എന്നാൽ ആയത്തോടിയിട്ടാണ് മുസ്ലിയാക്കന്മാര് പറഞ്ഞത് റബ്ബല്ലാത്തത് തേടാം. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? മംഗലാപുരം സംഭവത്തിൽ വെച്ച് അവർ പറഞ്ഞു, എന്ത്? യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും മുഹിയുദ്ദീൻ ശൈഖ് സത്താവല്ല എന്നാണ് ഉദ്ദേശം എങ്കിൽ ശിർക്കല്ല, തകരാറില്ല, കുഴപ്പമില്ലാണ്. മാത്രമല്ല മംഗലാപുരം സംവാദത്തില് മുജാഹിദുകൾ വാദമേറിയത് മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു എന്നാണ്. ഇസ്തിഹാസപോലുമല്ല, പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു. അതിനും മുസ്ലിയാക്കന്മാർ ഒരു ഖണ്ഡനം, മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അവർ സൃഷ്ടാക്കളല്ല മഹാന്മാരാണ് എന്ന വിശ്വാസത്തിലുള്ള തേട്ടം ശിർക്കല്ല. ഇങ്ങനെ പ്രാർത്ഥന നടത്തൽ ശിർക്കാകുന്നു എന്ന വാദത്തെ ഖണ്ഡിക്കുന്നു എന്നാണ് എഴുതിയത്. അതിൽ ആയത്താ ഉദ്ധരിക്കുന്നത്. ആ ആയത്തിന് ഇമാം ഷാഫി അർത്ഥം കൊടുത്തുവോ? സഹോദരൻ വളർന്നു വരുമ്പോൾ പഠിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ ആയത്തിൽ ഇന്ന് മലയിക്കുമ്പോൾ ആയത്തുണ്ട്. എന്തിന്? മഹാന്മാർ തേടാൻ. സഹോദരൻ ചെയ്യേണ്ടത് ഈ ആയത്തിൽ ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ ഇമാം മാലിക്കോ ഇമാം അഹ്മദോ ഇങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് മുജാഹിദുകൾ പറയുന്നു. ഉണ്ടെന്ന് സുന്നികൾക്കും പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ ആരാ ദുർവ്യാഖ്യാനിച്ചത്? സൂറത്ത് ബഖറയിലെ എന്ന 104-ാമത്തെ ആയത്ത്, അത് ഉന്നില്ല എന്ന വാചകം നൗഷാദ് ഹസൻ എന്ന് പറയുന്ന AP സുന്നിയുടെ മുസ്ലിയാര് അല്ലാഹുവില്ലാത്തവർ തേടാൻ തെളിവായി ഉദ്ധരിക്കുന്നു. ഞങ്ങൾ പറയുന്നു ഇബ്നു അബ്ബാസ് തങ്ങളോ ഇബ്നു മസ്ഊദോ 4 ഖലീഫമാരോ താബിഈകളോ തബഉ താബിഈകളോ മദ്ഹബിന്റെ ഇമാമികളോ ശേഷം വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോ ആ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനം രേഖപ്പെടുത്തിയിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ അവർക്കും സാധിക്കുന്നില്ല. എങ്കിൽ ആരാണ് മുൻഗാമികളെ വഴി വിട്ടത്? 1980-കളിൽ കൊട്ടപ്പുറം സംവാദത്തിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാര് ആയത്തോരി എന്ന സൂറത്ത് സുഖ്റൂഫിലെ ആയത്ത്, ആ ആയത്തോരിട്ട് പറഞ്ഞു മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ തേടാൻ ഒരു തെളിവാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ആയത്ത് വ്യാഖ്യാനിച്ച സ്വഹാബിമാരോ താബിഈകളോ തബഉ താബിഈകളോ മദ്ഹബിന്റെ ഇമാമികളോ ശേഷം വന്ന അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളോ ആ ആയത്തിന് അങ്ങനെ വ്യാഖ്യാനം നൽകിയിട്ടില്ല. ഉണ്ടെന്ന് കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എങ്കിൽ ആരാ വ്യാഖ്യാനിച്ചത്? അതേപോലെ വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ റബ്ബല്ലാത്തത് തേടാൻ തെളിവായി ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. മുജാഹിദുകൾ എല്ലാ കാലത്തും ചോദിച്ചത് ഈ അർത്ഥം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?
ഈ വ്യാഖ്യാനം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി എന്നാണ് മുജാഹിദുകൾ ചോദിച്ചത്. അത് ഇന്നേരത്തിന് കിട്ടിയത് കൃത്യമായ സോഴ്സ് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇനി മുജാഹിദ് പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷകൾ, ബഹുമാനിയായ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും, അതിലാണ് വിശദമായ പരാമർശങ്ങൾ ഉള്ളത്. സഹോദര കൈവശമുള്ളത് കുഞ്ഞുമഹൽ പറപ്പിന്റെ പരിഭാഷയാണ്. അതിൽ വിശദാംശങ്ങൾ കാണില്ല. അമാനി മൗലവിയുടെ പരിഭാഷയിൽ വിശദാംശങ്ങൾ കാണും. ആ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കാൻ തയ്യാറായാൽ ഓരോ ആയത്തും പന്നിട്ട് അമാനി മൗലവി രേഖപ്പെടുത്തി വെക്കും. ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇബ്നു മസ്ഊദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇമാം ഖത്താദ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇമാം തബരി ഇങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു, ഇബ്നു കസീർ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടല്ലാത്ത ഒരു വ്യാഖ്യാനം അതിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് ആശങ്ക ആവശ്യമില്ല. ഏത് വിഷയത്തിനും ഏതായത്തും ഏത് ഹദീസും മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അവിടെ തന്നെ നിന്നോളണം. എന്നാൽ മുസ്ലിമീങ്ങളാരും അല്ലാഹുവിനകത്ത് തേടുന്നില്ല എന്ന സഹോദരന്റെ ധാരണ തെറ്റിദ്ധാരണയാണ്. വേണമെങ്കിൽ അത്തരം തേറ്റുള്ള ക്ലിപ്പുകൾ ഇവിടെ ധാരാളമുണ്ട്. സാമ്പിളിൽ ഇവ കാണുക. നബിയെ വിളിച്ച് നയിക്കുന്നേരത്തിലുള്ള തേട്ടം ഇന്ന് സഹോദരൻ ആലോചിക്കുക, ഇത് ശരിയാണോ, ഇത് ഉണ്ടല്ലോ, ഇത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് സുഹൃത്ത് ചിന്തിക്കണം. അത് കേൾപ്പിച്ചു. മൈക്രോപ്രേറ്ററുടെ അതായത് ആളുകളെ വിളിച്ചുകൂട്ടി വേദിയൊരുക്കി വിക്രന്റെയും ദുആയുടെയും സലാത്തിന്റെയും പേര് പറഞ്ഞ് അവിടെ വെച്ച് നബിയോട് തേടുന്ന തേട്ടം തൃശൂർ ജില്ലയിലാണ് അത് നടന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. കത്താവളങ്ങളെ കണ്ടുവെട്ടി കൊടുത്ത് തങ്ങള്, കൈകളിൽ വെള്ളം കൊടുത്ത് തങ്ങള്, ഓമലൊക്കെ രണ്ട് പളർപ്പാക്കിയ തങ്ങള്, അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങള്, ഊപായ തങ്ങള്, ഊപായ തങ്ങള്, ഊപായ തങ്ങള്, ഊപായ തങ്ങള്, ആളുക്കളാണ് തങ്ങള്, ആളുക്കളാണ് തങ്ങള്, കൈപിടിയല്ല തങ്ങള്, ആളുക്കളാണ് തങ്ങള്, രക്ഷിക്കണങ്ങള്, ഇവിടെ രക്ഷിക്കണങ്ങള്, ഇവിടെ രക്ഷിക്കണങ്ങള്, വലിയ വളർന്നങ്ങള്, മധുരയിച്ചതങ്ങള്, രാജ്യപടയതങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തതങ്ങള്, ത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തതങ്ങള്, ത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തതങ്ങള്, ഇവിടെയതങ്ങള്, അവരുടേതങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണല്ലോ കൊടുത്തതങ്ങള്, ആദിത്യനാടുകള്, കൈവടിയല്ലതങ്ങള്, അധികനാടുകള്, ാണ് രക്ഷപ്പെടുത്തണങ്ങളെ ഉയർത്തിയിരിക്കുന്നവരില്ലേ നമ്മളെ സ്വീകരിക്കണേ, നമ്മളെ എടുക്കണേ, ഇതിന് തനതിൽ സദൃത്തേക്കോടാണ് നമ്മൾ ചെറിയ ഓരോവരിയോ അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടെന്നവരില്ലേ നമ്മളെ താഴെയല്ലോ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹത്വം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചയും സംഭാവനകൾ സ്വയമാവരെ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരെ ഒത്തിരി അവിടുത്തെ അറിയാവുന്നവരിയെ അവരെ കിടിക്കലേ അവരുടെ കൽവിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അതിലൊന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ. കണ്ടോ സഹോദര, എന്റെ കൊച്ചനിയോട് ചോദിക്കാനുള്ളത് ഇത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? സുഹൃത്ത് പറഞ്ഞു, ഒരു മുസ്ലിമും പറയില്ല അല്ലാഹുവല്ലാത്ത തേടാമെന്ന്. പക്ഷെ ഈ തേടുന്നവർ മുസ്ലിമാണ് എന്നാ പറയുന്നത്. ഈ തേടുന്നവർ മുസ്ലിമാണെന്ന് പറയുന്നത് മാത്രമല്ല, അവരാണ് മുസ്ലിങ്ങൾ. ഈ തേട്ടം പാടില്ല എന്ന് പറഞ്ഞ താങ്കളും അത് പ്രസംഗിക്കുന്ന ഞങ്ങളുമൊക്കെ പുത്തൻവാദികളാണ് എന്നാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അപകടം അതിഗുരുതരമാണ്. സുഹൃത്ത് ആ നിലയ്ക്ക് തന്നെ അത് കൊടുക്കുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞു ശരികളിൽ ഇങ്ങനെ പറയുന്നെന്ന് ഞാൻ പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അതിന് ഞാൻ പറയില്ല. ഇതൊക്കെ പറയാനല്ല ഇവിടെ വന്നത്, മറിച്ച് സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് അത്. മറ്റുള്ളവരെ ഇതൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവരും പറഞ്ഞു. മുസ്ലിങ്ങളായി പറഞ്ഞാൽ
മുസ്ലിങ്ങൾ ആരും പറയില്ല, ഇത് മുസ്ലിമാണെന്ന് എനിക്ക് ഒരാളെ കാഫിറാക്കാൻ പറ്റില്ല. എങ്കിൽ നമ്മൾ പഠിക്കണം, നമ്മൾ വിഷയം പഠിക്കണം. സഹോദരന്റെ ആത്മാർത്ഥമായ വിശ്വാസമാണ് മുസ്ലിങ്ങൾ പറയില്ല, പറയുന്നവർ മുസ്ലിമാവില്ല. നമ്മൾ കണ്ടത് ഒന്ന് തൃശൂർ ജില്ലയിലെ കോഴിക്കോടിയിൽ സ്വലാത്ത് നടത്തുന്ന തങ്ങളെയാണ്. മറ്റൊന്ന് കോഴിക്കോട് ചാണിയത്തുള്ള ഒരു സഖാഫിയാണ്. ഇനി വേണമെങ്കിൽ കാന്തപുരം ഉള്ളാത്തങ്ങളും അടക്കം ബാക്കിൽ വരാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് സഹോദരന്റെ നിസ്വാർത്ഥമായ മനസ്സ് പറയുന്നു റബ്ബിനോട് തേടാവൂ. അല്ലാത്ത തേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ദീനിന്റെ പേരിൽ. അത് പറ്റുമെന്ന് പറയുന്നു. മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും തകരാറില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അവർക്ക് സമസ്ത അംഗീകാരം നൽകുന്നു. അവരെ പണ്ഡിതന്മാരായി കാണുന്നു. അവരെ ഖാദിമാരും ഖതീബുമാരുമായി നിശ്ചയിക്കുന്നു. അവരെ ബഹുമാനിക്കുന്ന ഉസ്താദുമാരായി കാണുന്നു. ഈ അപകടം മുമ്പിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നത്. ഏറ്റവും ചുരുങ്ങി ഞാനും ഒരു കാലത്ത് സമസ്തയുടെ വിസ്താരായി സമസ്തയുടെ മദ്രസകളിൽ പഠിപ്പിച്ച് സമസ്തയുടെ ദർസിൽ പഠിച്ച് സമസ്തയുടെ വേദികളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതേസമയം ഇത്തരം രീതികൾ താങ്കൾ ചിന്തിച്ചതുപോലെ ചിന്തിച്ചപ്പോഴാണ് താങ്കളെപ്പോലെ മുസ്ലിയാരായിരുന്ന എനിക്ക് ഇതിന്റെ മാറ്റത്തിന് വേദിയായത്. ഇത്തരം തേട്ടങ്ങൾ ഷറഫ് അല മൗലീദില് അസ്ലഖ ബെയ്ത്തിന്റെ ബെയ്ത്തുണ്ട്, സുഹൃത്തുക്കളാണല്ലോ. ആ അസ്ലഖ ബെയ്ത്ത് ഇപ്പൊ സഹോദരൻ പറഞ്ഞു ബല പറ്റുന്ന കാഫിർ പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ അംഗീകരിക്കുന്നതായിരിക്കണമല്ലോ ഷറഫ് അല മൗലീദ്. ആ ഷറഫ് അലാമിന് അസ്ലഖ ബെയ്ത്ത്, അസ്ലഖ ബെയ്ത്തിന്റെ 11ാമത്തെ വരി എന്താ? عبدك المسكين يرجو فضلك الجم الغفير فيك قد احسنت ظني يا بشير يا نذير فاغثني واجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الامور. റസൂല് അബ്ദുക്കൽ മിസ്കീൻ, താങ്കളുടെ മിസ്കീനായ അടിമ, താങ്കളുടെ മിസ്കീനായ അടിമ യർജു അവൻ ആഗ്രഹിക്കുന്നു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ താങ്കളുടെ ധാരാളമുള്ള ഔദാര്യം താങ്കളുടെ മിസ്കീനായ അടിമ ആഗ്രഹിക്കുന്നു നബിയേ. ഫഅഗ്ഹിസ്നി അതിനാൽ എന്നെ സഹായിക്കണേ. വഅജിർനി എനിക്ക് അഭയം നൽകണേ. യാ മുജീറു മിനസ് സഈർ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ താങ്കൾ എന്നെ രക്ഷിക്കണേ. ഇത് നമ്മുടെ മൗലിക കിതാബിലുള്ളതാണ്. ഈ കുതുബിയത്തിലേക്ക് കടന്നാലോ? കുതുബിയത്തിൽ പറഞ്ഞത് വമൻ യുനാദിസ്നി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫതിഹി അജബ്തുഹു മുസ്രിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീൻ.